സിസ്റ്റേഴ്സിൻ്റെ ജാമ്യം ഇന്ന് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട അമിത്ഷാ ഈ കാര്യത്തിൽ ഇടപെടുകയും സർക്കാർ ഹർജിയെ എതിർക്കുകയില്ല എന്ന് പറയുകയും ചെയ്തത് രാജ്യം മുഴുവനും വലിയ പ്രതീക്ഷയും ആശ്വാസവും പകർന്ന കാര്യമാണ്. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വളരെ നിഗൂഢമായ നീക്കത്തിലൂടെ ഈ ജാമ്യഹർജിയെ എതിർത്തത് അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമയോചിതവും സത്വരവുമായ ഇടപെടൽ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്രകാരമുള്ള നീതി നിഷേധങ്ങൾ നടക്കുമ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയല്ലാതെ മറ്റെന്താണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുകൂടി ഉത്തരവാദപ്പെട്ടവർ പറയേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. അമിത്ഷായുടെ ഉറപ്പും വെറും വാക്കാക്കി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ. ബിലാസ്പൂരിലെ NIA കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ കേസ് പ്രാരംഭ സ്റ്റേജിലാണെന്നും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയാൻ മാറ്റിയതോടെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുകയാണ്. ഛത്തീസ്ഗഡ് സർക്കാരിന്റേത് നിഗൂഢ നീക്കമെന്നും അമിത്ഷായുടെ വാക്കുകൾ കാറ്റിൽ പറത്തിയെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി കുറ്റപ്പെടുത്തി. കൊല്ലത്തും കോഴിക്കോട്ടും ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. BJPയുടെ DNA ന്യൂനപക്ഷ വിരുദ്ധമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നു എന്നാണ് CPMന്റെ വിമർശനം. അമിത്ഷായുടെ വാക്കും പാഴ്വാക്കാകുമ്പോൾ നമ്മൾ പരിശോധിക്കുന്നു, ആരാണ് കന്യാസ്ത്രീകളെ പറഞ്ഞു പറ്റിച്ചത്? വെളിപ്പെടുന്നത് BJPയുടെ ഇരട്ടത്താപ്പോ? സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ അനിൽ വിളയിൽ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രതിനിധി, പ്രൊഫസർ ജോസുകുട്ടി ഒഴികയിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി, സോയ ജോസഫ് കോൺഗ്രസ് പ്രതിനിധി, A സമ്പത്ത് CPM പ്രതിനിധി, ജിജി ജോസഫ് BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീ ജിജി ജോസഫ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലെ UDF MPമാരോട് നൽകിയ ഉറപ്പായിരുന്നു ഇന്ന് ജാമ്യാപേക്ഷയെ എതിർക്കില്ല, ഇന്ന് ജാമ്യം ലഭിക്കും എന്നത്. പക്ഷേ അത് നടപ്പായില്ല. നിഗൂഢ നീക്കമാണ് ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനുള്ളത് എന്ന അഭിപ്രായമാണ് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ പോലെയുള്ളവർ പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ശ്രീ ജിജി ജോസഫ്, കേട്ടില്ല, ഒന്നുകൂടെ പറയാം. അമിത്ഷായുടെ വാക്ക് പാഴ്വാക്കായോ? അല്ല, ഇന്ന് അവിടെ കോടതിയിൽ നടന്നത് എന്താണെന്ന് കൃത്യമായി ഞങ്ങളുടെ അവിടെ ചെന്നിട്ടുള്ള രാഷ്ട്രീയ BJPയുടെ നേതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മള് കോടതി ചോദിക്കുകയാണ്, കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസുകാരോട് ചോദിക്കുന്നു. പോലീസ് അത് വേണ്ട എന്ന് പറയുന്നു. അതുപോലെ പ്രായം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതിനെ ഒന്നും ഒരു രീതിയിലും പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. പ്രോസിക്യൂഷൻ സാധാരണ പറയുന്ന പോലെ ഏർലി സ്റ്റേജിലാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാം പ്രോസിക്യൂഷൻ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. ഇത് ഓരോ രീതിയിലും ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ ശ്രീ ജിജി ജോസഫ്, താങ്കൾ വിശദീകരിക്കുകയായിരുന്നു. ഞാൻ BJPക്കാര് കഴിഞ്ഞ ദിവസങ്ങളിൽ പലതും പറയുന്നത് നമ്മൾ കേട്ടു. BJP പ്രവർത്തകർ പറയുന്നത് കേട്ടു, നേതാക്കൾ പറയുന്നത് കേട്ടു, അധ്യക്ഷൻ പറയുന്നത് കേട്ടു, കേന്ദ്രമന്ത്രി എന്താണ് പറയുന്നതെന്ന് കേട്ടു. ഏറ്റവും ഒടുവിൽ അമിത്ഷാ നൽകിയ വാക്ക് നമ്മൾ കേട്ടിട്ടാണല്ലോ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ എതിർത്തു എന്നൊരു സാഹചര്യത്തിലെത്തി നിൽക്കുന്നത്. അവിടെ ഇന്ന് പ്രോസിക്യൂഷൻ NIA കോടതിയിൽ പറഞ്ഞിരുന്ന കാര്യത്തെക്കുറിച്ച് പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകൻ പ്രങ്കുഷ് മിശ്ര ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. കന്യാസ്ത്രീകൾ നിർബന്ധിച്ചാണ് കുട്ടികളുടെ മതം മാറ്റാൻ ശ്രമിച്ചത്. ഈ കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ ഞങ്ങൾ നാളെയും പറയും. പ്രോസിക്യൂഷൻ എന്തായാലും ജാമ്യാപേക്ഷയെ എതിർക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ കന്യാസ്ത്രീകളുടെ വക്കീൽ വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത്തരം കാര്യങ്ങളിൽ പോലീസ് കസ്റ്റഡി വേണമെന്ന് വെച്ചു. പോലീസ് പറഞ്ഞത്, സർക്കാർ പറഞ്ഞത് വേണ്ട എന്നാണ് പറഞ്ഞത്. പോലീസ് കസ്റ്റഡിയിൽ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് പ്രായപൂർത്തിയായതാണ്, ഇവര് മതം മാറ്റാൻ വേണ്ടി കൊണ്ടുപോയതല്ല എന്നെല്ലാ വാദത്തിന്റെ സമയത്തും കോടതിയിൽ പറഞ്ഞത്
മീഡിയയോട് പറഞ്ഞല്ല പറഞ്ഞത്, കോടതിയിൽ പറഞ്ഞത് ഒരു രീതിയിലും അതിനെ ഖണ്ഡിക്കാതെ ഒരു രീതിയിലും അതുമായി എതിർപ്പ് രേഖപ്പെടുത്താതെ തന്നെയാണ് പ്രോസിക്യൂഷൻ സർക്കാർ ഭാഗം അവിടെ നിന്നത്. അതില് ഇപ്പോ കന്യാസ്ത്രീകളുടെ വക്കീല് പുറത്തിറങ്ങി പറഞ്ഞിട്ടുണ്ടല്ലോ അതല്ല ഇതാണ് പറഞ്ഞത്, അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമിത്ഷാ നൽകിയ ഉറപ്പ് എന്താണ്? എതിർക്കില്ല എന്നതാണ്. എതിർത്തു എന്നതൊരു വസ്തുതയാണല്ലോ. അതിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. എതിർത്തല്ല, ഏർലി സ്റ്റേജിലാണ് എന്ന് പറയുന്നത് സാധാരണ പ്രോസിക്യൂഷന്റെ ഒരു ടേമാണ്. എല്ലാ കാര്യത്തിലും ഇതിന്റെ ഏർലി സ്റ്റേജ് ആണ്. ഞങ്ങൾക്ക് ഏർലി സ്റ്റേജ് ആണ്, ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞു. ഏർലി സ്റ്റേജ് ആണ്, ജാമ്യം അനുവദിക്കരുതെന്ന് പറഞ്ഞു. ഇത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞു. കന്യാസ്ത്രീകൾ ഇത് തുടർച്ചയായി ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. വലിയ വിഷയമാണെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പോരെ? ഇതാണോ അമിത്ഷായുടെ ഉറപ്പ്? അല്ല, അമിത്ഷാ തരുന്ന ഉറപ്പ് ഒരു ജുഡീഷ്യറിയെ മുഴുവൻ അട്ടിമറിക്കാനുള്ള ഉറപ്പാണോ? ഞങ്ങള് സർക്കാരിന്, അവിടുത്തെ സർക്കാരും അവിടുത്തെ ഭരണ സംവിധാനങ്ങളും അവിടുത്തെ പ്രോസിക്യൂഷനും പറയുന്നത് അവിടെയുള്ള വസ്തുതകൾ സർക്കാരിന്റെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കും. വേറെ വാദഗതികൾ ഇന്നലെ ഇത് സർക്കാരിന്റെ കൈവശം, കോടതിയുടെ കൈവശം ഇരിക്കുന്ന കേസ് തന്നെയായിരുന്നു. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. അപ്പോ വസ്തുത അതായിരിക്കെ ഛത്തീസ്ഗഡ് സർക്കാർ അവർക്ക് തോന്നുംപടി മാത്രമേ, അല്ലെങ്കിൽ അവർ ഇന്ന് അമിത്ഷായുമായുള്ള അമിത്ഷാ നൽകിയ ഉറപ്പിന് ശേഷം, ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അമിത്ഷായെ കണ്ടതിന് ശേഷം വന്നിട്ട് വിഷ്ണു ദേവ്സായി പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്നാണ്. അദ്ദേഹം പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്നാണ്. അങ്ങനെ നിയമം നിയമത്തിന്റെ വഴിക്ക് മാത്രമാണ് പോകുന്നതെങ്കിൽ ഒരു പാഴ് വാഗ്ദാനം എന്തിന് ഇന്നലെ നൽകി? നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ ഇന്ത്യയിൽ പോകാൻ പറ്റുള്ളൂ. അതൊരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ പൂട്ടിയിടേണ്ട ഒരു സാധനമല്ല. പക്ഷേ സർക്കാർ ഇതിന്റെ അകത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർക്കാർ ഇതിനെ എതിർക്കില്ല. ഞങ്ങൾക്ക് ഇതിനെ എതിർപ്പില്ല. പിന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് 100% ആത്മാർത്ഥയോടുകൂടി തന്നെയാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളതും അതുപോലെ തന്നെയാണ് ഇതിന്റെ അകത്ത് പ്രവർത്തിക്കുന്നതും. നാളെയാണ് വിധി പറയുന്നത്. ഇതിന്റെ അകത്ത് അല്ല, ഇത് ഒരു കാര്യം പറയാം, ഇതിന്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാണെന്ന് അറിയുമോ? ഇതിന്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ചില രാഷ്ട്രീയ കക്ഷികൾ, ചില പാസ്റ്റർ കൗൺസിൽ പോലുള്ള സ്ഥാനത്ത് കയറിയിരിപ്പുണ്ട്. അത്തരം ആളുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കോടതിയുടെ കൈവശമിരിക്കുന്ന കേസാണ്. ഇത് കോടതിയുടെ കൈവശമിരിക്കുന്ന കേസാണ്. ബജ്രംഗ് ദളിന്റെ നിർദ്ദേശപ്രകാരം പോലീസ്, ഛത്തീസ്ഗഡ് പോലീസ് എടുത്ത കേസാണ്. അതിൽ ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും മറ്റുള്ളവരും എന്ത് ചെയ്തു എന്നാണ് ശ്രീ ജിജി ജോസഫ്? അവരെന്ത് ചെയ്തു? ഇതിനു മുമ്പ് 5 അച്ഛന്മാരെ ഇതുപോലെ തന്നെ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട്, ഈ നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സർക്കാർ അറസ്റ്റ് ചെയ്ത് 11 മാസം അകത്തിട്ടുണ്ട്. എന്തേ ഈ കോൺഗ്രസ്സുകാർ ബഹളം ഉണ്ടാക്കാൻ? എന്തേ ഈ പറഞ്ഞ ആളുകളൊക്കെ റോഡിലിറങ്ങി അന്ന് ബഹളം ഉണ്ടാക്കാറുന്നത്? എന്താ ഉണ്ടാക്കാറുന്നത്? ഇതിന് രാഷ്ട്രീയം ഉണ്ടെന്നേ. ഇതിന് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ കാണുന്നേ. ഇതിന്റെ അകത്ത് ചില കുറച്ച് മാധ്യമങ്ങളും കുറച്ച് അല്ലാത്ത ആളുകളും ചേർന്നിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ കോൺഗ്രസ്സുകാർ എവിടെയാ? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സുകാർ എവിടെയാണ്? കോൺഗ്രസ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എവിടെയാണ്? അവർക്ക് മുൻപ് എന്ത് നിലപാടായിരുന്നു, ഇപ്പൊ എന്ത് നിലപാടാണ് എന്നൊക്കെ കോൺഗ്രസ്സുകാരോട് ചോദിക്കാം. ശ്രീ ജിജി ജോസഫ്, ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ കോടതിയുടെ കൈവശം ഇരുന്ന കേസാണ്, ഇന്നും അത് അങ്ങനെയാണ്. ഛത്തീസ്ഗഡ് സർക്കാർ ആണ് അതിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ എന്തിനാണ് ഒരു പാഴ് വാഗ്ദാനം നൽകിയത് അമിത്ഷാ? ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു വാക്ക് പറയുന്നു, അത് പാലിക്കപ്പെടുന്നില്ല. ഏറ്റവും ഒടുവിൽ ആഭ്യന്തരമന്ത്രി പറയുന്നു, അതും പാലിക്കപ്പെടുന്നില്ല. എങ്കിൽ ഈ പാഴ് വാഗ്ദാനങ്ങൾ എന്തിനു നൽകുന്നു? അല്ല, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞപ്പോ നാളെ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞോ? കോടതിയിൽ പോട്ടെ, സർക്കാർ അതിന്റെ അകത്ത് മയപ്പെട്ടു. കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. താങ്കൾ ഇവിടെ ചർച്ചയിൽ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അധ്യക്ഷന്റേത് കൃത്യമായ നിലപാടാണ്, സത്യസന്ധമായ നിലപാടാണെന്ന്. അപ്പോൾ പാർട്ടിയിൽ തന്നെ ചിലർക്ക് അങ്ങനെ അല്ലാത്ത നിലപാടുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പാർട്ടിയിൽ അങ്ങനെ വ്യത്യസ്തമായിട്ട് ആരാ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ കേന്ദ്രമന്ത്രി എന്താണ് പറഞ്ഞത്? കേന്ദ്രമന്ത്രി എന്താ പറഞ്ഞത്? താങ്കൾ കേട്ടില്ല? ഈ കന്യാസ്ത്രീകളൊക്കെ കുറ്റം ചെയ്യുന്ന ജോർജ് കുര്യൻജി പറഞ്ഞോ? എന്താണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന ഭാഷയിലാണോ ന്യൂനപക്ഷകാര്യ മന്ത്രി കാര്യങ്ങൾ പ്രതികരിക്കുന്നത്? അങ്ങനെയാണോ? പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് മറുപടിയില്ല. പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല. ജാമ്യാപേക്ഷയിലെ പഴുതുകൾ അത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരണം. അദ്ദേഹം എന്താണ് പറഞ്ഞത്? കന്യാസ്ത്രീകൾ നിരപരാധിയാണ് എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹം പറഞ്ഞോ എവിടെങ്കിലും? അദ്ദേഹം പറഞ്ഞോ കന്യാസ്ത്രീകള് കുറ്റക്കാരാണെന്ന് പറഞ്ഞോ?
നിരപരാധികളാണെന്ന് പറഞ്ഞോ? ഞാൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാന പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നു കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന്. പക്ഷേ അല്ലെന്നേ, നിരപരാധി ഞാൻ പറഞ്ഞത് കേന്ദ്രമന്ത്രി അങ്ങനെ പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പറയുകയാണ് അവർ നിരപരാധികളാണ് എന്ന് പറയുകയും അവർക്കെതിരെയുള്ള നടപടികൾ ലഘൂകരിക്കുമെന്നും ഇന്നോ നാളെയോ മറ്റന്നാളോ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഇടപെടൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോഴും ന്യൂനപക്ഷകാര്യമന്ത്രി പറയുന്നു അത് സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെയൊക്കെ വിളിച്ചു പറയാം, ഞാനൊരു മന്ത്രിയാണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി പറയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ പാർട്ടിയിൽ പലർക്കും പല തീരുമാനങ്ങളാണോ? അമിത്ഷാ പറയുന്നു സംസ്ഥാന സർക്കാർ അവളെ എതിർക്കില്ല എന്ന്. പക്ഷേ കേസ് ജാമ്യാപേക്ഷ എടുക്കുമ്പോ സംസ്ഥാന സർക്കാർ എതിർക്കുന്നു. അത് അഭിഭാഷകൻ പുറത്തു വന്ന് പറയുന്നു നാളെയും ഇത് തന്നെ പറയുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കന്യാസ്ത്രീകൾ ഇനി എത്ര ദിവസം ജയിലിൽ കിടക്കണം? ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇതിന് അനുഭാവപൂർവമായ നിലപാടാണ് എടുക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് സർക്കാരിനോട് ചോദിക്കുന്ന സമയത്ത് സർക്കാർ പറഞ്ഞത് എന്താണ്? പോലീസ് കസ്റ്റഡിയിൽ വേണ്ട എന്നാണ് പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല എന്ന്. നാളെയാണല്ലോ വിധി പറയുന്നത്. പിന്നെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന അതേ ടൂണിലും അതേ ഭാഷയിലും കേന്ദ്രം ഭരിക്കുന്ന ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു മന്ത്രിക്ക് പറയാൻ സാധിക്കില്ലെന്ന് അറിയില്ലേ? അതിനി എന്നോട് ഇനി അത് ചോദിക്കാൻ കൊള്ളാമോ? അതൊരു നല്ല ചോദ്യമാണോ? അതെന്താണ്? അങ്ങനെ ഒരു ബോധ്യമുണ്ട് എങ്കിൽ കേന്ദ്രമന്ത്രി പറഞ്ഞാൽ എന്താണ് പ്രശ്നം എനിക്കറിയത്തില്ല. പല കാര്യങ്ങളിലും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പല കാര്യങ്ങളിലും പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇതിൽ മാത്രം എന്തുകൊണ്ടാ പറയാൻ പറ്റില്ല എന്നൊരു വാദം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. പ്രാഥമികമായി താങ്കളിൽ നിന്ന് അറിയേണ്ട വിവരങ്ങൾ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. താങ്കൾ അത് പറയുകയും ചെയ്തു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജോസുകുട്ടി ഒഴികയിൽ ഇവിടെ ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അമൃതോദാസ് പറയുന്നു മയപ്പെട്ട നിലപാടാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നു. മാത്രവുമല്ല ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നാളെ ഒരുപക്ഷെ ജാമ്യം ലഭിക്കും എന്ന കാര്യമാണ് എന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞിട്ടും നിങ്ങൾക്കൊരു വിശ്വാസമില്ലായകയുണ്ടോ? ജോസഫ് പാംപ്ലാനിയുടെയൊക്കെ കടുത്ത വാക്കുകൾ നിഗൂഢമാണ് സർക്കാരിന്റെ നീക്കം എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് പ്രതികരണങ്ങൾ വരണമെങ്കിൽ അത്രമാത്രം ഒരു അവിശ്വാസം, ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഈ നിലപാടുകളിൽ അനുഭവിക്കുന്നുണ്ടോ? ഇന്നലെ കോടതിയിൽ ഈ കേസ് വന്നപ്പോഴും ഒരു ധാരണ ഇപ്രകാരമായിരുന്നു: പ്രോസിക്യൂഷൻ കോടതിയിൽ ജാമ്യത്തെ എതിർക്കുകയില്ല, സിസ്റ്റേഴ്സ് നിരപരാധികളാണെന്ന് ഏതാണ്ടൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ആ കാര്യം നമ്മൾ അറിയിക്കേണ്ടതൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് ഇന്നലെ പ്രസ്താവിച്ചത്. കേന്ദ്രമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അനിൽ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരാശങ്കയുടെ ആവശ്യമില്ല, സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. ഇന്നലെ ജാമ്യം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം ജാമ്യം കിട്ടിയില്ല എന്ന് നമുക്കറിയാം. അവസാനം പിന്നെ ഇന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളും വളരെ വളരെ ഉത്തരവാദിത്തത്തോടെ തന്നെയാണ് പറഞ്ഞത് ജാമ്യം കിട്ടുമെന്ന്. പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ കോടതി വന്നു കഴിഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നു ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നു. പ്രോസിക്യൂഷൻ ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുക്കേണ്ടതില്ലെന്നാണ് ഗവൺമെന്റ് നിലപാട്, അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ നിലപാട് എന്നാണ് അതിന്റെ അർത്ഥം. പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നിലപാട് പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലല്ലോ പറയുന്നത്. പുള്ളിക്ക് കിട്ടിയിട്ടുള്ള രേഖകളുടെയും കടലാസുകളുടെയും ഡോക്യുമെന്റിന്റെയും അടിസ്ഥാനത്തിൽ ഈ ആളുകൾക്ക് ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ കോടതി അങ്ങനെയാണ് മനസ്സിലാക്കുക. അത് മയപ്പെടുത്തിയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിച്ചോണ്ട് വേണമെങ്കിൽ നമ്മൾ ചിരിച്ചോണ്ട് കഴുത്തിറക്കുക എന്നൊക്കെ പറയല്ലേ, വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, ചിരിച്ചോണ്ടൊക്കെ പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് ഈ കന്യാസ്ത്രീമാരെ, ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം യഥാർത്ഥത്തിൽ അവർ ചെയ്തിട്ടുള്ള കുറ്റമല്ലെന്ന് ഇന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അത് പ്രോസിക്യൂഷൻ അത് ബോധ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ആ കാര്യത്തിൽ അങ്ങനെ തന്നെ പറയണമായിരുന്നു. ഇത് ഇവരുടെ പേരിൽ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, അത് വിചാരണയിലൂടെ തെളിഞ്ഞാൽ മതി, അതുവരെ അവരെ അകത്തിടേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായി പ്രോസിക്യൂഷന്റെ നിലപാടെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വിചാരണയിലൂടെ തെളിഞ്ഞ് ഒരു കുറ്റം തെളിയിക്കപ്പെടേണ്ടതിന് പകരം അവരകത്ത് കിടക്കട്ടെ, അവർക്ക് ജാമ്യം നിഷേധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായും പൗരാവകാശങ്ങളുടെ നിഷേധം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ചർച്ചയായപ്പെട്ടിരിക്കുന്ന നിലവിലുള്ള അവർക്കെതിരെ എടുത്തിരിക്കുന്ന 2 കുറ്റങ്ങളും നിലനിൽക്കുന്നല്ല എന്ന് അവർക്കറിയാം. ഈ ആളുകൾ നേരത്തെ ക്രൈസ്തവ മതം സ്വീകരിച്ചവരാണ്. അപ്പൊ മതമാറ്റത്തിന്റെ ഒരു അംശം അവിടെ എങ്ങുമില്ല. അവർ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം വേറൊരു സ്ഥലത്ത് നല്ലൊരു ജീവിതമാർഗം തേടി ജോലിക്ക് വന്നതാണ് എന്ന് അവർ പറയുന്നുണ്ട്.
പക്ഷെ ഇവിടെ പ്രസക്തമാകുന്ന കാര്യം എന്താണ്? ഇവിടെ പ്രസക്തമാകുന്ന കാര്യം നിരപരാധികളാണെന്ന് അറിയാമെങ്കിൽ പോലും അവരെ വേണമെങ്കിൽ ഒരു സംഘം തീവ്ര നിലപാടുള്ള ആളുകളും അവരോട് ചേർന്ന് നിൽക്കുന്ന പോലീസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അകത്താക്കി അവരെ ജയിലിൽ അടയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 തരുന്ന ആ ഒരു ഉറപ്പുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആ മതം പ്രൊഫസ് ചെയ്യുന്നതിനുമുള്ള നമ്മുടെ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉള്ളതാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുമുള്ള ഒരു അവകാശത്തെ ഏതാനും ചില തീവ്രവാദികളുടെ സമീപനം കാരണം നിഷേധിക്കാൻ കഴിയുന്നു. അങ്ങനെ നിഷേധിച്ചാൽ ഇന്ത്യൻ കോടതികൾക്ക് അതിൽ ഇടപെടുന്നതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അവർ നിരപരാധികളാണെങ്കിലും അല്ലെങ്കിലും അവർ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നു എന്നത് തീർച്ചയായും അങ്ങേയറ്റം അപലപനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുകളും കൃത്യമായ കാഴ്ചപ്പാടുകളും രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നുണ്ട്. ഒരു നിയമം വന്നു കഴിയുമ്പോൾ ആ നിയമം പ്രയോഗിക്കുമ്പോഴാണ് ആ നിയമത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അവകാശത്തിൽ കടന്നു കയറുന്ന തീവ്രവാദികൾ ആരാണ് എന്നത് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എ സമ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എ സമ്പത്ത്, ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒപ്പം തന്നെ അന്വേഷണ ഏജൻസികളെയും ഒക്കെ സ്വാധീനിക്കുന്നു, അവരെ ചൊൽപ്പടിക്ക് നിർത്തുന്നു, അവരെ ദുരുപയോഗിക്കുന്നു എന്നതൊക്കെ നിങ്ങൾ ഉന്നയിക്കുന്ന വലിയ ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ, BJP-ക്കെതിരെ. ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിട്ടും നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്നതാണ് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ സംഭവിക്കുന്നത് എന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറയുന്നു. അതിനെ ന്യായീകരിക്കുന്നവർ പറയുന്നു. പഴയൊരു ചൊല്ലുണ്ട് തമിഴ് ഭാഷയിൽ, രണ്ടും അണ്ണൻ താൻ ശേഖറേൻ എന്നത്. ഇവിടെ ഈ തങ്ങൾ ഇരയോടൊപ്പം ഓടുകയാണ് എന്ന ഒരു ധാരണ ഉണ്ടാക്കാനും എന്നാൽ ആ ഇരയെ വേട്ടയാടുന്ന വേട്ടനായായി തന്നെ പ്രവർത്തിക്കാനുമുള്ള ഒരു അപാരമായ സിദ്ധിവിശേഷം തങ്ങൾക്കുണ്ട് എന്നാണ് അവർ ധരിച്ചു വച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ഞാൻ CPM-ൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് പല സുഹൃത്തുക്കൾക്കും ഞാൻ ഇങ്ങനെയേ പറയുള്ളൂ, എൻ്റെ പാർട്ടി ഇങ്ങനെ പറയുള്ളൂ, സംഘപരിവാറിനെ ഇങ്ങനെയാണ് പണ്ടേ അവർ പറയാറുള്ളത്, ഇപ്പോഴും അങ്ങനെയാണ്, ഇവരങ്ങനെ പറയുള്ളൂ എന്നുള്ള നിലയിൽ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങളുടെ നിലപാട് ഒരു കാരണവശാലും ഭയപ്പെടുന്നില്ല. ഇവിടെ ഈ കന്യാസ്ത്രീകൾക്ക്, 2 സഹോദരിമാർക്ക് ജാമ്യം കിട്ടുന്നത് അത് ഇന്ന് കിട്ടിയില്ല അല്ലെങ്കിൽ നാളെ കിട്ടും അല്ലെങ്കിൽ അതിങ്ങനെ വൈകുന്നോ, ഇക്കാര്യങ്ങൾ അതിൽ മാത്രമായി ഒതുങ്ങുന്നതല്ല. ജാമ്യം എന്തായാലും എപ്പോഴെങ്കിലും ഈ കാര്യത്തിൽ അവർക്ക് അത് ലഭിച്ചേ മതിയാവൂ, അത് ലഭിക്കുകയും ചെയ്യും. യൂണിയൻ ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞ വാക്ക് മുഖവിലേക്ക് എടുക്കാനൊന്നും ഞാൻ ആളല്ല. എന്നോടൊപ്പം ത്രിപുരയിൽ നിന്ന് രാജ്യസഭയിൽ ഉണ്ടായിരുന്നു, ഞാൻ ലോക്സഭയിൽ ഉണ്ടായിരിക്കുമ്പോൾ അങ്ങനെ രാജ്യസഭയിൽ ഉണ്ടായിരുന്നൊരു മാന്യ വനിത അവരുടെ ഭർത്താവിനെ തീവ്രവാദികൾ അവരുടെ മുന്നിലിട്ട് അർദ്ധരാത്രി വെട്ടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ജർണാദാസ് എന്നാണ് അവരുടെ പേര്. ത്രിപുരയിലെ ചില വിഷയങ്ങളെ സംബന്ധിച്ച് അന്ന് ഇതേ മനുഷ്യനെ, ഈ യൂണിയൻ ആഭ്യന്തരമന്ത്രിയെ കാണാനായി ഈ വനിതയായ പാർലമെൻ്റ് അംഗം പോയി. അപ്പോൾ അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ച് 1 മിനിറ്റ് പോലും ആകുന്നതിന് മുമ്പ് പറഞ്ഞത്, എന്താ താങ്കൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർന്നുകൂടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കാണാൻ വന്നത് BJP നേതാവിനെ അല്ല, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് കാണാനായിട്ട് വന്നത്. ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അവർക്ക് പോകേണ്ടതായി വന്നു. ഇവിടെ മതപരിവർത്തനത്തിനെ സംബന്ധിച്ചാണല്ലോ പറയുന്നത്. എൻ്റെ ഒരു വിനീതമായ ചോദ്യം, കന്യാസ്ത്രീമാർക്ക് മതപരിവർത്തനം നടത്താനായി ഏതെങ്കിലും പള്ളി അധികാരം നൽകിയിട്ടുണ്ടോ? ഇല്ല. അത് പുരോഹിതന്മാർക്കാണ് ഈ അധികാരം നൽകിയിട്ടുള്ളത്. ഇനി ഈ മതപരിവർത്തനം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം എൻ്റെ അറിവിൽ ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങൾ പലപ്പോഴായി പാസ്സാക്കിയിട്ടുണ്ടത്രേ, നടപ്പിൽ വരുത്തിയിട്ടുണ്ടത്രേ. ഏത് കോടതിയിൽ എന്നെങ്കിലും ഏതെങ്കിലും ഒരു മതപുരോഹിതനെ, ഇത്തരത്തിൽ ഒരു ക്രിസ്തീയ പുരോഹിതനെ മതപരിവർത്തനം നിർബന്ധിതമായി നടത്തിയതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കോടതി ശിക്ഷിച്ചതായി ചൂണ്ടിക്കാണിച്ചു തരാമോ? ഈ കന്യാസ്ത്രീമാരുടെ മേലെ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം എന്താണ്? നിലവിലുള്ള IPCക്ക് പകരം വന്നുള്ള ഭാരതീയ ന്യായ സംഹിത BNS-ൻ്റെ സെക്ഷൻ 143. ഇത് ഈ മനുഷ്യക്കടത്തും 1968 മതപരിവർത്തന വിരുദ്ധ നിയമത്തിലെ സെക്ഷൻ 4. ഇതാണ് ഇവരുടെ മേലെ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം. എന്താണ് മനുഷ്യക്കടത്ത്? മനുഷ്യക്കടത്ത് മലയാള പരിഭാഷയിൽ പറഞ്ഞാൽ ആ നിയമമനുസരിച്ച് മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിനായി ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ തട്ടിക്കൊണ്ടുപോകലിലൂടെയോ ചതിയിലൂടെയോ അധികാര ദുർവിനിയോഗത്തിലൂടെയോ പ്രലോഭനത്തിലൂടെയോ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുക, കൊണ്ടുപോവുക, കൈമാറുക, ഒളിപ്പിക്കുക, അഭയം നൽകുക, സ്വീകരിക്കുക എന്നതാണ് മനുഷ്യക്കടത്തിൻ്റെ നിർവചനം. പ്രലോഭനം എന്നതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ നിർവചനം എന്താണ്? ഒരു വ്യക്തിയെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അയാളുടെ സമ്മതം തേടുന്നതിനായി പണമോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് മനുഷ്യക്കടത്ത് എന്നുള്ള നിലയിലേക്ക്.
7 വർഷത്തിൽ കുറയാത്ത ശിക്ഷയാണുള്ളത്. ഇവിടെ വാസ്തവത്തിൽ ഈ സംഘപരിവാറിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. കിനാവള്ളിയുടെ ഒരു കരം ചെയ്യുന്നത് മറ്റൊരു കരം അറിയേണ്ടതില്ല എന്നതാണ്. തലച്ചോറ് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഇവിടെ നടന്നിട്ടുള്ളതായിട്ടുള്ള അക്രമ സംഭവങ്ങളടക്കം കലബുർഗിയുടെ, ധബോൾക്കറുടെ, ഗൗരി ലങ്കേഷിൻ്റെ വധത്തെ സംബന്ധിച്ച് BJP എന്തെങ്കിലും ഓൺ ചെയ്തിട്ടുണ്ടോ? അല്ല, ഈ തിരഞ്ഞെടുക്കുന്ന ചില ദിവസങ്ങൾ ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്തിക്കോളാം. നമ്മൾ 5 പേരുണ്ടല്ലോ. ഈ ഡിസംബർ 6 കുറിച്ചൊക്കെ ചിലപ്പോഴൊക്കെ ചർച്ച നടത്തുമല്ലോ നമ്മളില്ലേ. അപ്പോൾ ചർച്ച നടത്തുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഡിസംബർ 6 ഒരു ചർച്ച നടത്തുമ്പോഴത്തേക്ക് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെപ്പറ്റി മാത്രമാണല്ലോ നമ്മൾ പറയുക. ഡിസംബർ 6 അത് തകർക്കാനായി തിരഞ്ഞെടുത്തതിനൊരു പ്രത്യേകതയുണ്ട് എന്ന കാര്യം കൂടി ചങ്ങാതിമാർ മനസ്സിലാക്കണം. എന്താണെന്നറിയോ? ഇന്ത്യയുടെ ഭരണഘടന എഴുതിയുണ്ടാക്കാനായി നിയോഗിക്കപ്പെട്ടതായ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുടെ ചരമദിനമാണ് ഡിസംബർ 6 എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്നറിയോ? അതും ഒരു സന്ദേശം നൽകുകയാണ്. അത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അൽഫോൺസാമ്മയുടെ തിരുനാൾ ദിവസമാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. ഓരോന്നും ഓരോ അടയാളമാണ്. ആ അടയാളങ്ങൾ ഓരോ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടു പഠിച്ചുകൊള്ളുക, നിങ്ങളെ ഞങ്ങൾ അനുസരിപ്പിക്കുമെന്നുള്ളതാണ്. ഘർ വാപ്പസി എന്നുള്ളതാണ് അവർ പറയുന്നത്. എല്ലാവരും തിരിച്ചു വന്നുകൊള്ളുക, എല്ലാവരും തിരിച്ചു വന്നുകൊള്ളുക. ഞങ്ങൾ നിങ്ങളെയെല്ലാം ഇത്തരത്തിൽ ഇങ്ങനെ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ വിവിധ കരങ്ങളിലേക്ക് നടന്നിരുന്നു. നമ്മളത് ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. അനിൽ വിളയൂരിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ശ്രീമതി സോയ ജോസഫ്, ഇവിടെ ന്യൂനപക്ഷ വിരുദ്ധത സംഘപരിവാറിന്റെ DNA ഉള്ളതാണ് എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് കാലത്തും ഇതൊക്കെ നടന്നിട്ടില്ലേ എന്ന ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കോൺഗ്രസ് അവിടെ എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അവിടുത്തെ കോൺഗ്രസുകാർ എന്ത് ചെയ്തു, എന്താണ് അവരുടെ നിലപാട് ഈ വിഷയത്തിൽ എന്ന് ചോദിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനും ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പാണോ? അല്ല, കോൺഗ്രസിന് അത്തരം ഒരു കാര്യത്തിൽ ഇരട്ടത്താപ്പ് ഇല്ല എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ CPM ഈ പറയുന്നത് എല്ലാ തരത്തും എല്ലാ സമയത്തും അവരെ സംബന്ധിച്ച് BJP മുന്നോട്ട് വെക്കുന്ന ഇത്തരം, അല്ലെങ്കിൽ RSS മുന്നോട്ട് വെക്കുന്ന ഇത്തരം രാഷ്ട്രീയ വംശഹത്യ പോലെയുള്ള അല്ലെങ്കിൽ അതിന് സമാനമായ കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും കോൺഗ്രസിന് എവിടെയാണ് കുറ്റപ്പെടുത്താനാവുക, എവിടെയാണ് കോൺഗ്രസിന്റെ പിഴവുകൾ കണ്ടെത്താനാവുക എന്ന് കണ്ടുപിടിക്കാനാണല്ലോ CPMന്റെ ശ്രമം. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. കാരണം ഇത് അങ്ങനെ സങ്കുചിതമായി കൈകാര്യം ചെയ്തു പോകേണ്ട ഒരു വിഷയമല്ല എന്നുള്ള വലിയ ബോധ്യം എന്നെ സംബന്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിട്ടുണ്ട്. ഇത്രയും കാലം, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷത്തിലേക്ക് ഒരു 3ാം തുടർച്ചയായ സർക്കാർ, BJPയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ പിന്താങ്ങുന്ന ഒരു സർക്കാർ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകുമ്പോൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ന്യൂനപക്ഷ വേട്ടയല്ല. നമ്മൾ എല്ലാ കാലത്തും കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം, അതിനുശേഷമുള്ള ഒരു 3ാം ഗവൺമെന്റിന്റെ ചരിത്രം, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഈ നാട്ടിൽ മുഹമ്മദ് അഖ്ലഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വീട്ടിൽ മാംസം സൂക്ഷിച്ചു എന്നുള്ള പേരിൽ, ആ മാംസം എന്തിൻ്റെതായിരുന്നു എന്നുള്ള പേരിൽ ഒരു നാട്ടിൽ ആൾക്കൂട്ട കൊലപാതകം നടന്ന നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. കേവലം ഞാൻ പറഞ്ഞത് മുഹമ്മദ് അഖ്ലഖ് എന്ന പേരിലോ അല്ലെങ്കിൽ ഇന്നുണ്ടാകുന്ന പ്രീതി മേരി എന്നുള്ള പേരുകൾ മാറ്റമുണ്ടാകും. ആ പേരുകൾക്ക് ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ട മനുഷ്യരുടെ പേരുകളിൽ വ്യത്യാസമുണ്ടാകും. അവർ ഒരുപക്ഷെ മുസ്ലിം നാമധാരിയായിരിക്കാം, ക്രിസ്ത്യൻ നാമധാരിയായിരിക്കാം. നാമങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നു, അവർക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നു. പക്ഷെ ആൾക്കൂട്ട വിചാരണയും കൊലപാതകങ്ങളും ആ കുറ്റകൃത്യങ്ങൾ, ആരോപണങ്ങൾ ഇത് നിരന്തരമായി തുടരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഘപരിവാറിന്റെ കീഴിൽ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്ത് സുരക്ഷിതരല്ല എന്നുള്ള ആവർത്തിച്ച് പറയാൻ കഴിയുന്ന തരത്തിലേക്ക്, വ്യക്തമാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള തെളിവുകളാണ് നമുക്ക് മുൻപിൽ വന്നു നിൽക്കുന്നത്. ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിൽ ഉൾപ്പെടെ ഞാൻ പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലത്ത്, അല്ലെങ്കിൽ ആ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലത്ത് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഇത്തരം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരും ചേർന്ന് നിൽക്കണം. അന്നത് മുസ്ലിങ്ങളെയാണ് ബാധിക്കുന്നത്, അതുകൊണ്ട് അവർ സമരം ചെയ്യട്ടെ എന്ന് ചിന്തിച്ച ആളുകളാണ് ഈ സമൂഹത്തിലെ പല ആളുകളും. അപ്പൊ അതുകൊണ്ട് സംഘപരിവാറിന്റെ വേട്ടയിൽ എല്ലാ ന്യൂനപക്ഷങ്ങളും വന്നു കഴിയും. അതിന് സമയമെടുക്കും, അല്ലെങ്കിൽ അതിന് കാലമെടുക്കും, അത് പലതരത്തിലാകും. പക്ഷെ അത്തരത്തിലുള്ള വേട്ടയാടലുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർ ഒരുമിച്ച് നിൽക്കാൻ,
ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് നിൽക്കാനുള്ള ജാഗ്രത കാണിച്ചു കഴിഞ്ഞാൽ അതിനെ തുരത്താൻ കഴിയും, അല്ലെങ്കിൽ അതിനെതിരെ വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ട് ചേരി മാത്രമാണ്. ഇവിടെ പിന്നെ മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ചേരിയും മനുഷ്യത്വ വിരുദ്ധമായി അല്ലെങ്കിൽ മതം മാത്രമായി മനുഷ്യനെ ചുരുക്കുന്ന ഒരു സംവിധാനവും തമ്മിലുള്ള രണ്ട് ചേരി മാത്രമേ ഈ രാജ്യത്തുള്ളൂ. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ചേരി, ജനാധിപത്യമില്ലായ്മയിൽ പുലരുന്ന ഒരു ചേരി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു ചേരി, ആ മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ഒരു ചേരി. അത് തമ്മിലുള്ള മത്സരമാണ്. അതിനിടയിൽ ഈ ന്യൂനപക്ഷങ്ങളെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അത് മുസ്ലിമാണോ ഹിന്ദുവാണോ അല്ലെങ്കിൽ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ള തരത്തിലുള്ള ഒരു വിഘടനാവാദം മുന്നോട്ട് വെച്ചുകൊണ്ട് അത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും വ്യത്യസ്തമായ ആക്രമണങ്ങളിലൂടെ മനുഷ്യരെ വ്യതിരിക്തത്തിക്കൊണ്ട് ആ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രതിരോധങ്ങളുടെ ശക്തി കുറയ്ക്കാമെന്നുള്ളത് മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ജാഗ്രതയോടുകൂടെ ഇതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഏക വഴി ജനാധിപത്യത്തിൽ വസിക്കുന്ന മനുഷ്യരെ നിൽക്കുക എന്നുള്ളതാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ അനിൽ വിളയൂർ, ഇവിടെ ഇപ്പോ ജോസഫ് പാംപ്ലാനി ഇന്ന് പറഞ്ഞ ഒരു കാര്യം, നിർബന്ധിത മതപരിവർത്തനം എന്ന് വിളിച്ചു കൂവിയാൽ അത് നിർബന്ധിത മതപരിവർത്തനമാകില്ല. അതിനെ അപ്രകാരം ആക്കി തീർക്കാൻ ശ്രമിക്കുന്ന ചില തീവ്രവാദ സംഘടനകളുണ്ട്. ആ സംഘടനകളെ നിലയ്ക്ക് നിർത്താൻ ഭരണകൂടങ്ങൾക്ക് കഴിയാത്തതാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് എന്നതാണ്. ആ തീവ്ര സംഘടനകൾ ആരാണ്? ഇന്നലെ ചെങ്ങന്നൂരിൽ ഒരു ഘർ വാപ്പസി നടന്നു. താങ്കളുടെ സംഘടനയാണ് അതിന് നേതൃത്വം നൽകിയത്. അത് നല്ല കാര്യം, തിരിച്ചുവരവ് നല്ലതാണ് എന്ന് നിങ്ങൾ പറയുന്നു. അതേ നിങ്ങൾ ഛത്തീസ്ഗഡിൽ അതിനെ എതിർക്കുന്നു, കേരളത്തിൽ അതിനെ എതിർക്കുന്നു. രാഷ്ട്രീയ ഇച്ഛയോടുകൂടിയാണ് എങ്കിൽ പോലും BJP നേതൃത്വം ജനങ്ങളുടെ മുന്നിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത് പോലും ഇല്ലാതാക്കുന്നു. ആരാണ് ആ തീവ്രവാദികൾ? തീവ്രവാദികളെ പറ്റി ഞാൻ മറുപടി പറഞ്ഞതിന് മുമ്പ് ആരാധനായിട്ടുള്ള സമ്പത്ത്, അദ്ദേഹം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം നിയമത്തിലെ ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണെന്നാണ് അദ്ദേഹം തോന്നുന്നത്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഈ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ പുരോഹിതനെ ഈ മതപരിവർത്തന നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഏത് നിയമമാണ് പഠിച്ചിട്ടുള്ളതെന്നും അദ്ദേഹത്തിന് എത്രമാത്രം അറിവുണ്ട് എന്നുള്ളതുമാണ് ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ റായ്ഗഡില് 2002 മിരിഗുണ്ട കേസ് എന്നൊരു കേസുണ്ട്. ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ്. 2 ക്രൈസ്തവ പുരോഹിതന്മാരെ നിർബന്ധിത മതപരിവർത്തനം ശിക്ഷിച്ച മിറിഗുണ്ട വില്ലേജിലെ ഫോഴ്സ്ഡ് കൺവെർഷന് ശിക്ഷിച്ചിട്ടുള്ള ഒരു കഥ ശ്രീ സമ്പത്ത് ഒന്ന് വായിച്ചു പഠിക്കണം. വീട്ടിലെ KLTO ILRO ഒക്കെ ഉണ്ടെങ്കിൽ ആ കഥയൊന്ന് വായിച്ചു പഠിക്കണം. ഇന്ത്യയിൽ ധാരാളം സംഭവങ്ങളുണ്ട്. താങ്കൾക്ക് ഇത് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയല്ലേ. ഞാൻ പറഞ്ഞത് കൃത്യമാണ്. ഈ വിവാദം നടക്കുന്ന ഛത്തീസ്ഗഡിലെ റായ്ഗഡ് കോടതി 2002 മിറിഗുണ്ട കേസ്, പിന്നെ ലാൻഡ്മാർക്ക് കേസ് ഇൻ റായ്ഗുണ്ട ബാക്ക് ഇൻ 2002, 2 പ്രീസ്റ്റ് ആൻഡ് എ നൺ, 2 ക്രൈസ്തവ പുരോഹിതന്മാരെയും ഒരു കന്യാസ്ത്രീയെ ശിക്ഷിച്ചിട്ടുണ്ട് നിർബന്ധിത മതപരിവർത്തനം. താങ്കൾ വേണേ ഇപ്പൊ കയ്യിൽ മൊബൈൽ ഉണ്ട്, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ദയവായിട്ട് അറിയാൻ വയ്യാത്ത കാര്യത്തിനെ പറ്റി പറയരുത്. താങ്കൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കാവൂ. രണ്ടാമത്തെ രേണുകയുടെ ചോദ്യമാണ്. ചെങ്ങന്നൂരില് നടന്നത് മതപരിവർത്തനമല്ല, ഘർ വാപ്പസിയാണ്. മതപരിവർത്തനം എന്താണ്, ഘർ വാപ്പസി എന്താണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആയിരിക്കണം ചോദ്യം ഉണ്ടാകേണ്ടത്. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ആ മതം വിട്ട് ഒരു പ്രലോഭനം കൊണ്ടോ പ്രേരണ കൊണ്ടോ ചൂഷണം കൊണ്ടോ മറ്റൊരു മതത്തിലേക്ക് പോകുന്നതിന് പറയുന്ന പേരാണ് മതപരിവർത്തനം. നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിലും ഭാരതത്തിലും ഒക്കെ തന്നെ ഒരു കാലത്ത് ഇപ്പോഴത്തെ തലമുറയോ അതിനു മുമ്പത്തെ തലമുറയോ അവരുടെ പൂർവികരോ ഒക്കെ തന്നെ ഈ രാജ്യത്തിലെ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ഹിന്ദുവിനെ സംസ്കാരമെന്നോ മതമെന്നോ ഏത് രീതിയിലും വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ സ്വധർമ്മത്തിലേക്ക് മടങ്ങി വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായാൽ അവർക്ക് വേണ്ട ശുദ്ധക്രിയകൾ ചെയ്തുകൊണ്ട് അവരെ സ്വധർമ്മത്തിലേക്ക് നമുക്കറിയാം. പക്ഷേ ആരാണിത് നിർണ്ണയിക്കുന്നത് എന്നതാണ്. നിർബന്ധിത മതപരിവർത്തനമാണോ അല്ലയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ അങ്ങ് നടപ്പാക്കും എന്ന നിലയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് കാര്യങ്ങൾ നടക്കില്ലല്ലോ. നിങ്ങൾക്ക് ഛത്തീസ്ഗഡിലേത് ഒരു തെളിവും വേണ്ട. 2 പേർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് കണ്ടാൽ അത് നിർബന്ധിത മതപരിവർത്തനമാണ് എന്ന് തോന്നുന്നു, അങ്ങ് ഇടപെട്ടേക്കാം. പോലീസിനെ കാഴ്ചക്കാരാക്കി നിർത്തി അവിടെ നിയമപാലനം കയ്യിലെടുത്ത് എന്തും നടക്കും എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാം. മറിച്ച് കേരളത്തിൽ വന്ന് ഇതുപോലെ ഘർ വാപ്പസി എന്ന് പേരിട്ട് വിളിച്ച് ആളുകളെ കൂടെ ചേർക്കുകയും ചെയ്യാം. എന്ത് ഇരട്ടത്താപ്പാണിത്? ദയവായിട്ട് മാഡം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഇവിടെ ഒരാളെ പോലും നിർബന്ധിക്കാറില്ല. ഈ കേരള സമൂഹത്തിലോ ഭാരതത്തിലോ കേസിൽ നിർബന്ധിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞു? ഇന്നലെ ആ കുട്ടി അവിടെ ഉള്ളവർ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ആരെങ്കിലും പറഞ്ഞിട്ടാണോ അത് നിർബന്ധിതമാക്കിയത്? ആരാണ് നിർബന്ധിതമാക്കിയത്? ബജ്രംഗ് ദൾ ആണ് തീരുമാനിച്ചത്. ബജ്രംഗ് ദൾ അല്ല തീരുമാനിച്ചത്. ദയവായിട്ട് ശ്രദ്ധിക്കണം. 25-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. 26-ാം തീയതി KC വേണുഗോപാൽ എന്ന് പറഞ്ഞ പാർലമെന്റിലെ MP ആണ് ഇത് ആദ്യമായിട്ട് വാർത്ത കൊണ്ടുവന്നത്. അതിനുശേഷം മാതൃഭൂമി ദിനപത്രം 27-ാം തീയതി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു ആലപ്പുഴയിൽ നിന്ന്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 കന്യാസ്ത്രീകളും സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് പറഞ്ഞ ചേർത്തലയിലെ സന്യാസി സഭയുടെ പ്രതിനിധികളാണ്. ആലപ്പുഴയിൽ നിന്നുള്ള വാർത്ത, ആ സന്യാസി സമൂഹം കൊടുത്ത വാർത്ത മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു സംഘം ആളുകൾ ഇവരെ തടഞ്ഞു വെക്കുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തു. ഒരു പെൺകുട്ടി തന്റെ സമ്മതമില്ലാതെയാണ് ജോലിക്ക് കൊണ്ടുവന്നതെന്ന് മൊഴി നൽകിയതോടെ സ്ഥിതി വഷളായി. പെൺകുട്ടികൾക്ക് ആധാർ കാർഡ് ഉണ്ടായിരുന്നില്ല, മനുഷ്യക്കാർക്ക് പരിവർത്തനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഗ്രീൻ ഗാർഡൻ സന്യാസ സഭയുടെ മേലധികാരികൾ മാതൃഭൂമിയോട് പറഞ്ഞു. അവരുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആരും നിർബന്ധിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ 3 പേരെ കാണുന്നു, അങ്ങ് തീരുമാനിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഇന്നലെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടതാണ് VHPയുടെ നേതൃത്വത്തിൽ നടന്ന ഘർവാപ്പസി. അത് നിഷ്കളങ്കമായി നടക്കുന്നതാണ്. ഇതിന്റെ മാനദണ്ഡം എന്താണ്? അത് തീരുമാനിക്കുന്നത് ആരാണ്? അതാണ് ഇപ്പോൾ പാംപ്ലാനിയും പറഞ്ഞത്. അത് തന്നെയാണ് പാംപ്ലാനി പറയുന്നത്. നിർബന്ധിത മതപരിവർത്തനം എന്ന് വിളിച്ചു കൂവിയാൽ നിർബന്ധിത മതപരിവർത്തനമാകില്ല. അതിനെ അപ്രകാരമാക്കി തീർക്കാൻ ശ്രമിക്കുന്ന ചില തീവ്രവാദ സംഘടനകളുണ്ട്. അവരാണ് മതപരിവർത്തനത്തെ നിർബന്ധിത മതപരിവർത്തനമാക്കുന്നതെന്നാണ്. അപ്പോൾ ആ തീവ്രവാദ സംഘടനകൾ ആരാണെന്ന് താങ്കൾ സ്വയം ഏറ്റെടുക്കുന്നത് പോലെയാണ് താങ്കളുടെ ഇപ്പോഴത്തെ വാക്കുകൾ. ഈ പാംപ്ലാനി എന്ന് പറയുന്ന പിതാവ് പറയുന്ന വിഡിത്തങ്ങൾക്കൊക്കെ മറുപടി പറയുക എന്നുള്ളതല്ല വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നയം. നിങ്ങൾ എന്തിനാണ് ഇത് എതിർക്കുന്നത്? മാത്രം പറയില്ല. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, മേഡം ഒന്ന് നോക്കണം. 2008 ഓഗസ്റ്റ് മാസം 24-ാം തീയതിയിലെ റോയിട്ടറിന്റെ ആ വാർത്താ ശേഖരം ഒന്ന് നോക്കണം. ഒറീസയിലെ ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു സന്യാസി ശ്രേഷ്ഠനെ ഈ കത്തോലിക്ക സഭ അവിടുത്തെ മാവോയിസ്റ്റുകളുടെ സഹായത്തോടു കൂടി കൊന്ന ചരിത്രമുണ്ട്. ആ കൊന്നതിന് നേതൃത്വം കൊടുത്തത് ഒരു കോൺഗ്രസ് MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രാധാകാന്ത് നായിക് എന്നാണ്. രാധാകാന്ത് നായിക് എന്ന പേര് കേട്ടാൽ അതൊരു ഹിന്ദു ആണെന്ന് ധരിക്കരുത്. അദ്ദേഹം ക്രിസ്ത്യൻ വേൾഡ് മിഷന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഈ ലക്ഷ്മണാനന്ദ സരസ്വതി ഉൾപ്പെടെ 5 പേരെ വെടിവെച്ചു കൊന്നതാണ്. എന്തിനായിരുന്നു കാര്യം? അദ്ദേഹം ഹൈന്ദവ വിഭാഗത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി. ഇപ്പോൾ മാത്രം ഒരു വിവാദമുണ്ടാകുന്നു. അക്കാലത്ത് 2008 ഒരു പാവം പിടിച്ച ഹിന്ദു സന്യാസിയെ വെടിവെച്ചു കൊന്ന കോൺഗ്രസുകാരുടെ നേതൃത്വത്തിലുള്ള ആൾക്കാര് ഇവിടുത്തെ കത്തോലിക്ക, അത് റോയിട്ടർ റിപ്പോർട്ട് ചെയ്താണ്, കത്തോലിക്ക സഭയുടെ പിന്തുണയോട് കൂടിയായിരുന്നു ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊന്നതെന്ന് കൃത്യമായി വേണം നോക്കൂ. ഞാൻ ഡേറ്റ് ഉൾപ്പെടെയാണ് പറഞ്ഞത്. 2008 ഓഗസ്റ്റ് 24-ാം തീയതിയിലെ റോയിട്ടറിന്റെ വാർത്ത. ഈ സംഭവം നടന്നത് 2008 ഓഗസ്റ്റ് മാസം 24-ാം മരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതുകൊണ്ട് ഇവിടെ കേക്കുമായ അരമനകൾ കയറി ഇറങ്ങുമ്പോൾ പോലും മണിപ്പൂരിൽ ഉൾപ്പെടെ എന്താണ് നടന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ അനിൽ വിളയൂർ, മണിപ്പൂർ കത്തുമ്പോഴാണ് ഇവിടെ കേക്കുമായി വന്നത്. പക്ഷേ അതൊക്കെ തെറ്റുപറ്റി എന്നിപ്പോൾ ആർത്ത് വിളിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കും ഓടുകയാണ് സംസ്ഥാന അധ്യക്ഷൻ. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അപ്പോൾ പറഞ്ഞു പറ്റിച്ച് പ്രശ്നത്തിലായിരിക്കുന്നത് BJP നേതൃത്വമാണ്. അവരെ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്നത് ഒരു തരത്തിലും നന്ദിയായിക്കൂടാ എന്ന് പറഞ്ഞ് അവരെ അങ്ങനെ തള്ളിവിടുന്നത് നിങ്ങളെപ്പോലെയുള്ള പരിവാർ സംഘടനകളും. എനിക്ക് ഒരു 2 മിനിറ്റോട് സമയം തരണം. 2 മിനിറ്റ് ഞാൻ ചോദിക്കത്തുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഈ ഉത്തരേന്ത്യയിൽ ഇപ്രകാരമുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ന്യൂസ് 18 ചാനലിലേക്ക് ഒരു റിപ്പോർട്ടറെ, ഒരു വീഡിയോ ജേർണലിസ്റ്റിനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യം കൊടുക്കും. വാണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കും. ഇവിടെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ആൾക്കാരെ വാണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്ത ഒരു മാസികയുടെ പുറം പേജാണ് ഞാൻ ഈ കാണിക്കുന്നത്. മാസികയുടെ പേര് മിത്ര സമാചാർ. കോട്ടയം ജില്ലയിലെ വടവാതൂരിൽ നിന്നിറങ്ങുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. അതിന്റെ ലാസ്റ്റ് പേജിലെ പരസ്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? വാണ്ടഡ്. ആരെയൊക്കെയാണ്? പയനിയർ മിഷണറീസ്, ചർച്ച് പ്ലാന്റേഴ്സ് തുടങ്ങിയ വേക്കൻസികളിലേക്ക് ആൾക്കാരെ വേണമെന്ന് പറയുകയാണ്. അത് തെറ്റല്ലേ? രണ്ടാമത്തേത് മറ്റൊരു മാസിക ഞാൻ കാണിക്കാം. ഏഷ്യൻ ഹാർവസ്റ്റ് എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ഒരു പ്രസിദ്ധീകരണമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള അരുണാചൽ പ്രദേശിലെ ഗോത്ര വിഭാഗങ്ങളിലെ 67 ഗ്രാമങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളിൽ നുഴഞ്ഞു കയറി എപ്രകാരം അവരെ മതപരിവർത്തനം ചെയ്യാമെന്നുള്ളതിന്റെ രേഖയാണ് ഞാൻ കാണിക്കുന്നത്. വെല്ലുവിളിക്കുകയാണ്, ഇത് തെറ്റാണെന്ന് തെളിയിക്കൂ. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. രണ്ട് സിസ്റ്റർമാർ 7 ദിവസമായി ജയിലിൽ കിടക്കുന്ന സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടുത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു അവർ നിരപരാധികളാണെന്ന്. അമിത്ഷാ പറയുന്നു അവർ നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിലപാട് മാറ്റും പ്രോസിക്യൂഷൻ എന്ന് പറയുന്നു. അത് നടപ്പിലാകുന്നില്ല എന്ന കാര്യം പറയുമ്പോൾ ഏതൊക്കെയോ പേപ്പർ കട്ടിങ്ങുകൾ എടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ പറയുകയാണ്. ഈ കേസിലേക്ക് വരൂ താങ്കൾ. ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്ത് തെളിവാണുള്ളത്? എന്തുകൊണ്ടാണ് BJP അധ്യക്ഷനും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പറയുന്നത്? ശിവലിംഗത്തിനെ കളിയാക്കിക്കൊണ്ട് വചനോത്സവം മാസികയിൽ വന്നതാണ്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വായിക്കണം. അത് വായിക്കുന്നതിന് മുമ്പ് താങ്കൾ തന്നെ ന്യൂസ് 18 ചർച്ചയിൽ ഇന്നലെ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ 3-4 പേര് ഒരു ദിവസം കാർവാപ്പസി നടത്തുന്നുണ്ട് എന്ന് താങ്കൾ പറഞ്ഞില്ലേ? ശ്രീ അനിൽ വിളയൂർ, ഇന്നലെ താങ്കൾ ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞില്ലേ 3-4 പേരെ ഞങ്ങൾ ദിവസവും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞ ആളല്ലേ താങ്കൾ? ആ താങ്കളാണ് ഇപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, ഏതൊക്കെയോ പേപ്പർ കട്ടിങ്ങുകൾ കാണിക്കുന്നത്. 3-4 പേരെ നിങ്ങൾക്ക് ദിവസം കൊണ്ടുവരാം, മറ്റുള്ളവർ ആരെയും കൊണ്ടുവരരുത്, സ്വമനസാല വരുന്നവർ പോലും വരരുത്, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നത് എന്ത് ഗുണ്ടായിസമാണ്? താങ്കൾ നിഷേധിക്കുമോ? ഇന്നലെ താങ്കൾ പറഞ്ഞത് താങ്കൾ നിഷേധിക്കുമോ? 3-4 പേർ BHP വഴി ദിവസവും കാർവാപ്പസി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞത് താങ്കൾ നിഷേധിക്കുമോ? താങ്കൾ നിഷേധിക്കുമോ അത്? 3-4 പേർ ദിവസവും വരുന്നുണ്ട് എന്ന് പറഞ്ഞത് നിഷേധിക്കുമോ? 3-4 അല്ല, 10-20 പേര് കർവാപ്പസിൽ കൂടെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നിയമപ്രകാരമുള്ള എല്ലാ രേഖകളും ഏറ്റുവാങ്ങിയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുള്ളേ, ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ നിയമപ്രകാരം ആർക്കും ഏത് മതത്തിലും ചേരാനുള്ള അധികാരമുണ്ട്. അതിനിങ്ങനെ തടസ്സം നിന്ന് ഗുണ്ടായിസം കാണിക്കുമെന്ന് പറയരുത് ശ്രീ അനിൽ വിളയിൽ. അതിനുള്ള അവകാശമൊന്നും നിങ്ങൾക്ക് ഇന്ത്യയിലെ ഭരണഘടന നൽകുന്നില്ല. അതിനുള്ള അവകാശം നിങ്ങൾക്ക് ഭരണഘടന നൽകുന്നില്ല. ഞാൻ സമയക്കുറവ് കൊണ്ട് ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ജിജി ജോസഫ്, സുരേഷ് ഗോപിയുടെ മൗനത്തെക്കുറിച്ചായിരുന്നു ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചത്. തൃശ്ശൂരിലെ വിജയത്തിന്റെ രസതന്ത്രം എന്താണ് എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ വഞ്ചിക്കപ്പെട്ട ഫീലിംഗ് ആണ് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്ക് BJPയുടെ കാര്യത്തിലുള്ളത്. നാളെ ജാമ്യം കിട്ടിയില്ലെങ്കിൽ 3 ദിവസം കൂടി ജയിലിൽ കിടക്കേണ്ടുന്ന സാഹചര്യം വരും. അത് മുന്നിൽ കാണുന്നുണ്ടോ? നാളെ ജാമ്യം കിട്ടുമോ? അല്ല, അതൊക്കെ കോടതിയെ പറയണ്ടേ. പിന്നെ ഇതിൻ്റെ അകത്ത് ബിഷപ്പ്മാർക്ക് കണ്ട് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കൃത്യമായി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൃത്യമായി ബോധ്യം വന്നിട്ടുണ്ട്. ഇന്ന് താഴത്തെ പിതാവ് സംസാരിക്കുമ്പോഴും താഴത്തെ പിതാവ് ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ. അത് ആത്മാർത്ഥമായി ഏറ്റവും ആദ്യം പ്രതികരിച്ചത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് എല്ലാ രീതിയിലും ആത്മാർത്ഥമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് സുരേഷ് ഗോപി എന്തുകൊണ്ട് മിണ്ടുന്നില്ല, സുരേഷ് ഗോപി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംസ്ഥാനത്ത് ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. ആ പ്രസിഡന്റാണ് ആ പാർട്ടിയുടെ കാര്യങ്ങളും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇത് പൊതുമധ്യത്തിൽ വന്നിരുന്ന് പറയേണ്ടതല്ല. അത് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് 2 നിലപാടുകളില്ല. ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് 2 നിലപാടുകളില്ല. ഞങ്ങൾ ഈ പ്രശ്നത്തെ എങ്ങനെ രമ്യമായി പരിഹരിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന് സർക്കാരുമായി ബന്ധപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിങ്ങളുടെ കന്യാസ്ത്രീകളുടെ വക്കീൽ പറഞ്ഞല്ലോ, വളരെ സൗമ്യമായിട്ടാണ്, വളരെ സൗഹാർദ്ദപരമായിട്ടാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ എതിർപ്പുകൾ അത് ഉണ്ടായില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഇരുന്ന് പറഞ്ഞ് അവര് കൃത്യമായി ഇതിനെക്കുറിച്ച് വലിയ പ്രശ്നമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ 68 ഈ നിയമം കൊണ്ടുവന്നവരാ? ഞങ്ങളൊന്നും ഇല്ലെന്നേ. നിങ്ങൾ എന്തിനാ ഈ നിയമം കൊണ്ടുവന്നത്? അവിടെ എന്തായിരുന്നു പ്രശ്നം? ഇത്രയും കാലം അവിടെ എന്തായിരുന്നു പ്രശ്നം? നിങ്ങൾ കൊണ്ടുവന്ന നിയമം മുഴുവൻ ഈ രാജ്യത്തെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് എതിരാണെന്നേ. അതായത് ഇന്ത്യയിലെ വഖഫ് നിയമം വന്നു. വഖഫ് നിയമം വരുന്ന സമയത്ത് 95-ൽ നിങ്ങൾ എന്തിനാണ് അത് എൻഡോസ് ചെയ്തത്? തെറ്റാണെന്ന് കണ്ട
അതില്ല, അത് റദ്ദ് ചെയ്യാലോ. ഇതാ എൻഡോസ് നിങ്ങളെ അതിനാണോ ജനം തെരഞ്ഞെടുത്തത്? അവർ ചെയ്ത തെറ്റൊക്കെ ഇങ്ങനെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണോ നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്? അതൊരു തെറ്റാണെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ പിന്നെ ഇവിടെ സോയ ജോസഫിനോട് കുറ്റം പറയാൻ വേണ്ടി മാത്രം അത് എടുത്തിടേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് തെറ്റാണെന്ന് എന്ന ബോധ്യമില്ലെങ്കിൽ നിങ്ങൾ എന്തിനു കൊണ്ടുവന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ആ നിയമം ആ നാട്ടിലുണ്ട്. ആ നിയമത്തെ ഇവരുടെ കോൺഗ്രസിന്റെ MP-മാർക്കോ MLA-മാരോ അവിടെ എതിർക്കാത്തത് എന്താ കാരണം എന്നറിയാമോ? ആ നാട്ടിൽ നമ്മൾ ഇവിടെ പറയുന്ന പോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോ ഒക്കെ സാധാരണ ബസ് കയറി പോകുന്ന പോലെ ഒരു ജില്ല വിട്ട് മറ്റു ജില്ലയിലൊക്കെ പോകുമ്പോ അവിടെ നിയമങ്ങളുണ്ടെന്നേ. സ്വകാര്യ ജോലിക്ക് പോകുമ്പോ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് എന്ന് മനസ്സിലായി ശ്രീ ജിജി ജോസഫ്. അതുകൊണ്ടാണല്ലോ അമിത്ഷാ പറഞ്ഞിട്ടും ഇങ്ങനെ നടക്കുന്നത്. ഇന്ന് അമിത്ഷായെ കണ്ടിട്ടിറങ്ങുമ്പോ നിയമത്തിന്റെ വഴിക്ക് പോയിക്കോളും എന്ന് വിഷ്ണുദേവ് സായി പറയണമെങ്കിൽ അത് അവിടുത്തെ സാഹചര്യം അതായതുകൊണ്ടായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. ഇനി സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ ജോസഫുട്ടി ഒഴികെയിൽ ഓക്കെ സമയക്കുറവ് കൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ ജോസഫുട്ടി ഒഴികെയിൽ ഛത്തീസ്ഗഡിലെ നിയമം അവിടെ കൊണ്ടുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ 10-11 സ്ഥലത്ത് നിയമം കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാം നിയമം കൊടുക്കുന്നതിന് കാര്യമുണ്ടെന്നേ. നിങ്ങൾ എന്തൊക്കെ നിയമം, കശ്മീരിന്റെ പ്രത്യേക പദവി വരെ എടുത്തു കളഞ്ഞവരല്ലേ? നിങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി നല്ലത് ചെയ്തുകൂടെ? ഇതൊക്കെ നിരോധിച്ചുകൂടെ? അല്ല, അങ്ങനെയല്ലല്ലോ. അവിടെ ആവശ്യമുള്ളതായിരുന്നു. അവിടെ ആവശ്യമുള്ളത് ആ സ്ഥലത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം ഉള്ള സ്ഥലത്ത് അത് അവിടെ ആവശ്യമുണ്ട് എങ്കിൽ അതാണ് ഞങ്ങളുടെ നിലപാട്, അതാണ് ആവശ്യം എന്ന് പറയണം. അല്ലാണ്ട് ഇവിടെ കേരളത്തിൽ ഒരു നിലപാട്, കേരളത്തിൽ BJP അധ്യക്ഷൻ ഒരു നിലപാട്, കേന്ദ്രമന്ത്രിക്ക് ഒരു നിലപാട്, പിന്നെ ബാക്കി പരിവാർ സംഘടനകൾക്ക് വേറൊരു നിലപാട്, അങ്ങനെ പറഞ്ഞു പറ്റിക്കരുത്. അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയണം. ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്ക് കൊണ്ടുപോയി പറ്റിച്ചിട്ട് കൈവിലങ്ങുമായി നടക്കരുത്. ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്കും പിന്നീട് കൈവിലങ്ങുമായി നടക്കരുത് ശ്രീ ജിജി ജോസഫ്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അത് തന്നെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ നിങ്ങളെ നോക്കി പറയുന്നതും അത് തന്നെയാണ്. അത് മനസ്സിലായോ എന്ന് നമുക്ക് ജോസുകുട്ടി ഒഴികയിലിനോട് ചോദിക്കാം. ശ്രീ ജോസുകുട്ടി ഒഴികയിൽ നാളെ ഒരു പക്ഷേ ജാമ്യം കിട്ടുമായിരിക്കും, ചിലപ്പോൾ നീണ്ടുപോകുമായിരിക്കും. പിന്നെ ഞായറാഴ്ചയാണ്, പിന്നെ തിങ്കളാഴ്ച മാത്രമേ ശ്രമിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മേൽക്കോടതിയിൽ പോകേണ്ടിയൊക്കെ വരും. എന്ത് ജാമ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്ന ബോധ്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടായോ? ഇതൊരു പാഠമാണോ? ഇവിടെ ഇത് ഒരു പാഠമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് തൊട്ടു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. 2 നിരപരാധികളെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ജയിലിനകത്താക്കിയിട്ട് അവസാനം വേറെ എവിടെയോ ഏതോ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ ന്യായീകരിക്കാൻ നോക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് അതിനോട് യോജിക്കാനാവില്ല. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ നടക്കേണ്ടിയിരുന്നത് ഈ നിരപരാധികളെ എത്രയും പെട്ടെന്ന് വിട്ടയക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ പാമ്പളാനി പിതാവിനെ സംബന്ധിച്ചിടത്തോളം പാമ്പളാനി പിതാവ് വളരെ കൃത്യമായി നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹം ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് റബ്ബറിന് വില കൂട്ടി തന്നാൽ ഞങ്ങൾ ഒരു MP തരാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആരും ഒരു കുഴപ്പം കണ്ടില്ല. ഇന്നിപ്പോ വസ്തുതാപരമായ കാര്യങ്ങൾ ഇന്നും വസ്തുതാപരമായി സംസാരിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തെ കുഴപ്പക്കാരനാക്കി ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക. ഒരു പൊതുബോധം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല, ക്രൈസ്തവരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല, ക്രൈസ്തവർ വരുന്ന മുഴുവൻ മതപരിവർത്തനത്തിനാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ട് ക്രൈസ്തവരെ പൊതുസമൂഹത്തിനകത്ത് മോശമാക്കാനായിട്ടാണ് അതിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണിത്. കാരണം ജനസംഖ്യയിൽ ഏറ്റവും കുറവുള്ള വിഭാഗമാണ്. ഇത്രമാത്രം വ്യാപകമായ മതപരിവർത്തനം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നും ഈ 2.5% ഇവർ നിൽക്കുവാനായിരുന്നല്ലോ. ഇവിടെ ഒരു മതപരിവർത്തനം ആ തരത്തിൽ നടക്കുന്നേ ഇല്ല. അതേസമയത്ത് നിർബന്ധിതമായ മതപരിവർത്തനമാണ് യഥാർത്ഥത്തിൽ കുറ്റകരമാക്കി മാറ്റിയിരിക്കുന്നത്. അതേസമയത്ത് ഇന്ത്യ രാജ്യത്ത് മതപരിവർത്തനം നിയമവിധേയമാണ്. അത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. എത്രയോ ഹിന്ദുക്കൾ, എത്രയോ ക്രിസ്ത്യാനികൾ ഹിന്ദു മതത്തിലേക്ക് പോകുന്നു. ഇവിടെ വിവിധ മത പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ, ആശ്രമങ്ങളുടെ നേതൃത്വത്തിൽ, അതല്ലാതെ സ്വന്തം താല്പര്യത്തിലൊക്കെ എത്രയോ പേര് ഹിന്ദു മതത്തിലേക്ക് ചേരുന്നുണ്ട്. അപ്പൊ അത് മതപരിവർത്തനമല്ലേ? ആ മതപരിവർത്തനം അംഗീകരിക്കാമെങ്കിൽ ഇവിടെ വേറെ ആരെങ്കിലും അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ക്രൈസ്തവ മതത്തിലേക്ക് വന്നാൽ അത് അംഗീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് നിയമ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന ഒരു മതേതര രാജ്യത്തിന്റെ, ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. അങ്ങനെ അടിസ്ഥാനപരമായ കാര്യമായിരിക്കുമ്പോൾ അതിനെ നിയമപരമായി തന്നെ അതിനെ കാണുവാനായിട്ടാണ് തയ്യാറാകേണ്ടത്. ഒരു നിയമം എല്ലാ സ്ഥലത്തും നിയമമുണ്ട്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന നിയമത്തിന് അപ്പുറം ഒരു നിയമമില്ല. ഛത്തീസ്ഗഡിൽ അഡീഷണൽ ആയിട്ട് ആ നിയമസഭ പാസ്സാക്കിയ നിയമമുണ്ടെന്ന്.
ആ നിയമത്തിന് വിരുദ്ധമായിട്ട് ഏത് രീതിയിലും ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന നിയമമാണ് അത്. ഏത് രീതിയിലും ഇതിന്റെ മാനദണ്ഡം ആര് നിശ്ചയിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പണച്ചുണ്ടാക്കിയ നിയമമാണത്. ആ രീതിയിൽ കൂടി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ വരാം ശ്രീ ജോസഫ് കുട്ടി ഒഴികെ സമയമുണ്ടെങ്കിൽ ഒരു പക്ഷേ താങ്കളിലേക്ക് എത്താം. നമ്മുടെ മറ്റ് അതിഥികളിലേക്ക് ശ്രീ എ സമ്പത്ത്, ഇവിടെ ഇപ്പോ CPM ഇതിൽ പ്രതിഷേധ സംഗമം നിശ്ചയിച്ചിരിക്കുകയാണ്. 3-4 തീയതികളിൽ പ്രതിഷേധ സംഗമം നടത്താൻ CPM തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി പരിണമിച്ചിരിക്കുന്നു. കോൺഗ്രസിന് അവരുടെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടത് BJP ക്രൈസ്തവ മേഖലയിലേക്ക് കടന്നു കയറിയപ്പോഴാണ്. അതിന് കിട്ടിയ അവസരം അവർ പരമാവധി ഉപയോഗിക്കുന്നു. അപ്പോൾ ഞങ്ങളും പഠിച്ചു നിന്നിട്ട് കാര്യമില്ല, ഞങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചാലേ പറ്റുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ പ്രതിഷേധ സംഗമം? രേണുക, നോക്കൂ, ജനങ്ങളുടെ ശബ്ദം പ്രതിധ്വനിപ്പിക്കുക എന്നുള്ളത് അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചുമതലയാണ്. പ്രത്യേകിച്ചും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അതൊരു ചുമതലയാണ്, ലയബിലിറ്റി അല്ല. ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. ഇപ്പോൾ നമ്മുടെ BJP എന്ന ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല. അതിനെ നിയന്ത്രിക്കുന്നത് തങ്ങൾ രാഷ്ട്രീയ കക്ഷിയല്ല എന്ന് പറയുന്ന മറ്റ് ഇപ്പോൾ RSS, അവർ ലോകത്തിലെ പല രാഷ്ട്രങ്ങളെക്കാൾ വലിയ ബഡ്ജറ്റുള്ളവരാണ്, അവരുടെ പ്രതിവർഷത്തെ ബഡ്ജറ്റ്. ഇവിടെ ഇതിൻ്റേതായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഒരു കൂട്ടർ ചെയ്യുന്നത് എന്തെന്ന് മറ്റൊരു കൂട്ടർ അറിയേണ്ടതായിട്ടില്ല. ഇതിന് പല രീതിയിൽ അവരത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഞാൻ അധികം ഇതിന് രാഷ്ട്രീയ തർക്കത്തിലേക്കൊന്നും പോവുകയല്ല. ഒരു ചങ്ങാതി ഇവിടെ പറഞ്ഞു, ഈ മതപരിവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു മറ്റു കാര്യങ്ങളത്. ഈ നമ്മുടെ ഏതെങ്കിലും ഒരു സെഷൻസ് കോടതി അല്ല, മജിസ്ട്രേറ്റ് കോടതി, സെഷൻസ് കോടതി, ഇതെല്ലാം അങ്ങനെ ഏതെങ്കിലും വന്നാൽ ദാറ്റ് ഈസ് നോട്ട് ദ ലാസ്റ്റ് വാഗൺ ഓഫ് ദ ജുഡീഷ്യൽ ട്രെയിൻ. അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചു കളയരുത്. ഇന്ത്യയുടെ സുപ്രീം കോടതി അല്ലല്ല, എൻ്റെ സമയത്തിൽ കയറി ഇടപെട. ആ അസഹിഷ്ണുതയൊക്കെ അങ്ങ് വീട്ടിൽ ചെന്ന് വെച്ചിരുന്നാൽ മതി. എൻ്റെ വായിലേക്ക് കയറി അങ്ങയുടെ നിറയൊഴിക്കണ്ട. നിയമം പഠിച്ച ആളാണെന്ന രീതിയിൽ വിഡിത്തം പറഞ്ഞാൽ അതിന് ഇപ്പുറത്തെ മറുപടി കൃത്യമായിട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ താങ്കൾ തെളിയിക്കൂ, ആ ശിക്ഷ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അക്വിറ്റ് ചെയ്തും തെളിയിക്കൂ. എന്റെ ആരോപണം ശക്തമാണ്. ആ കേസിന്റെ പേരുൾപ്പെടെയാണ് ഞാൻ ഈ മനുഷ്യനോട് തർക്കിക്കാൻ ഞാനില്ല. അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഈ ശിക്ഷ അഡ്മിറ്റ് ചെയ്തു എന്ന് സുപ്രീം കോടതിയിലൂടെ ഞാൻ തെളിയിക്കണമെന്ന്. അതെന്താ ന്യായമാണ്? താങ്കൾ ഇങ്ങനെയുള്ള ഈ കഥാപാത്രങ്ങൾ എന്റെ സമയമൊന്നും മെനക്കെടുത്തരുത് കേട്ടോ, വേറെ ജോലിയുള്ളതാണ്. ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഈ പറയുന്നത്, അവർ വന്നിട്ട് ഇങ്ങനെ വർഗീയത തുപ്പിക്കൊണ്ടേ ഇരിക്കുക, വർഗീയ വിഷം അമിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, ഇത് തന്നെ അവർ പറയുന്നത് സത്യമാണെന്ന് ബാക്കി എല്ലാവരും വിഴുങ്ങിക്കൊണ്ട് പൊക്കോളുക എന്നുള്ള നിലയിലാണ് അവരുടേതായ ഒരു ചിന്താധാരണ. ഇവരുടെ ചിന്താധാരക്കനുസരിച്ച് അവരുടെ വിചാരധാരയുണ്ടല്ലോ, ആ വിചാരധാരയിൽ അവർ പറഞ്ഞിട്ടുള്ള ആഭ്യന്തര ശത്രുക്കളിൽ ഒരു ആഭ്യന്തര ശത്രുക്കളിൽപ്പെട്ട ആളുകളാണ് ഞാൻ. ഇവരുടേതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻടോളറൻസ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണം. ശബ്ദം ഉയർത്തിയത് കൊണ്ട് പറയുന്ന കാര്യമെല്ലാം യുക്തിസഹമാകണമെന്നില്ല. അങ്ങനെ ശബ്ദം ഉയർത്തുന്നതൊക്കെ അതൊക്കെ വീട്ടിൽ ചെന്ന് വെച്ചിരുന്നാൽ മതി. ഇവിടെ ഈ നാട്ടില് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വേട്ട നടത്തുന്നത് നിർത്തണം. ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം എന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ നടത്തും. ഇവിടെ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബാബാ സാഹേബ് അംബേദ്കറുടെ നേതൃത്വത്തിൽ 5 ലക്ഷത്തിലധികം ആളുകൾ 1956 മതം മാറി. ഹിന്ദു മതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് മതം മാറി. എന്താ അദ്ദേഹത്തെ മരണാനന്തരം നിങ്ങൾ വേട്ടയാടൂ? അങ്ങനെ ചെയ്യോ? അതുകൊണ്ടാണ് നിങ്ങളുടെ നേതാവ് ഇവിടെ ഈ പാർലമെന്റിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ കാര്യത്തെ എന്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ശബ്ദമൊന്നും പോരാ, അതിന് വേറെ പഠിച്ചുകൊണ്ട് വരേണ്ടത് വരും. ഈ വിശ്വ ഹിന്ദു പരിഷത്തും BJP ഒന്നും ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട, രാഷ്ട്രസ്നേഹവും പഠിപ്പിക്കാൻ വരണ്ട. ഞങ്ങൾക്കെതിരായി ആരൊക്കെ എന്തൊക്കെ നിലപാടുകൾ എടുത്തിരുന്നാലും ഈ നാട്ടിലെ ജനാധിപത്യ സംവിധാനവും ഈ നാട്ടിലെ ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. ജയിലിൽ അടച്ചോ അല്ല കൊന്നോ നിങ്ങൾ വേട്ടയാടിക്കോ, നിങ്ങളുടെ ഒരു ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ഒരു ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന നുണ നിങ്ങളുടെ രക്തത്തിലുള്ള നുണയാണ്. ആ നുണ നിങ്ങളുടെ DNA-യുടെ ഭാഗമാണ്. അത് ഞങ്ങളല്ല ഉത്തരവാദി. ശ്രീ എ സമ്പത്ത്, ഈ വിഷയത്തിൽ 2 ധ്രുവങ്ങളിലാണ് എന്ന നിലയിലാണ് BHPയും ഒപ്പം തന്നെ BJPയും പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അനിൽ വിളയൂരിനെതിരെ എ സമ്പത്ത് ഒന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഏറ്റെടുത്തത് ജിജി ജോസഫാണ്. ജിജി ജോസഫ്, താങ്കൾ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞത് വേറെ നിലപാടൊന്നുമില്ല. പറഞ്ഞ് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം പറഞ്ഞേ. വെറുതെ ആങ്കർ ഇഷ്ടമുള്ളതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കാനും നോക്കണം. എടുക്കണ്ട. എനിക്ക് പറയാനുള്ളത് സംസാരിച്ചു. അത് സംസാരിച്ചത് അവരുടെ ഭരണകാലത്ത് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു, കഴിഞ്ഞ ദിവസം വിട്ടയച്ചു. അതെന്തിനായിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. അന്ന് നിങ്ങൾ എന്താ പ്രതിഷേധിക്കുന്നത് ചോദിച്ചത്? അതിന് വേറെ എന്താ ബന്ധം? അതൊരു ഫാക്ട് അല്ലേ? അത് ചോദിക്കാൻ പറഞ്ഞേ. കേരളത്തിലെ കാര്യമാണോ പറഞ്ഞത്? അതൊന്ന് പറഞ്ഞേക്കാം. അത് ആ ചങ്ങാതിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാനങ്ങ് പറയാം. എനിക്ക് 1 മിനിറ്റ് തന്നാൽ മതി.
രണ്ട് കന്യാസ്ത്രീ അല്ല, ഞാനത് പറഞ്ഞോട്ടെ പറഞ്ഞോ. അല്ല, അതിനകത്ത് കയറിയിട്ട് നമ്മൾ രണ്ടുപേരും തമ്മിൽ തർക്കിക്കണ്ട. കേരളത്തിൽ ഇത്തരത്തിൽ യാത്ര നടത്തുന്ന വേളയിൽ ആ രണ്ട് കന്യാസ്ത്രീമാരെ സംബന്ധിച്ച് അവരുടെ യാത്രയിലെ ദുരൂഹതയെ സംബന്ധിച്ച് സംഘപരിവാറിൽ നിന്ന് RPF-ന് അത്തരത്തിൽ മെസ്സേജ് അയക്കുന്നു. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരുടേതാ? റെയിൽവേ മന്ത്രാലയത്തിന്റെ. അതാരുടേതാ? ഇന്ത്യ ഗവൺമെന്റിന്റേത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ആരുടേതാ? BJP-യുടേത്. അങ്ങനെ RPF അവരെ അറസ്റ്റ് ചെയ്യുന്നു. RPF അറസ്റ്റ് ചെയ്തിട്ട് റെക്കോർഡാക്കുന്നു. കൊടുക്കുന്നു. അങ്ങനെ ഗവൺമെന്റ് റെയിൽവേ പോലീസിന് കൊടുക്കുന്നു. എന്നുള്ളത് ശരി. ഇവിടെ എന്താന്ന് ചോദിച്ചാല് ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊന്നാൽ ആട്ടിൻ സൂപ്പും കഴിച്ച് ആട്ടിൻ റോസ്റ്റും കഴിച്ച് ആട്ടിന്റെ തോലെടുത്ത് അത് ഉപയോഗിക്കാമെന്നുള്ള നിലയിലാണ് ചെന്നായിന്റെ മോഹം. നല്ലത് തന്നെ. കള്ളം മാത്രം പറയുക, കള്ളം മാത്രം ചെയ്യുക, സിനിമ മാത്രം ചെയ്യുക, പാപം മാത്രം ചെയ്യുക, എന്നിട്ട് അത് പുണ്യവാള വേഷം കിട്ടുക. എന്ന് തന്നെയാ പറഞ്ഞത്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ബിഷപ്പ് ഹൗസിൽ നിന്ന് വിളി വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചതും ഞങ്ങൾ അവിടെ സംഘത്തെ അയച്ചതും ഇതിനു വേണ്ടിയുള്ള നടപടികൾക്ക് വേണ്ടി ഡൽഹിയിൽ പോയതും ഓടി നടന്നതും എല്ലാം ഞങ്ങളിന്. അല്ലാതെ നിങ്ങള് ജയിലിന്റെ മുമ്പിൽ വന്ന് നാടകം കളിക്കുന്ന പോലെ നാടകം കളിച്ചതല്ല. അത് മനസ്സിലാക്കണം. ജയിലിൽ പോലും കിടന്നിട്ടില്ലല്ലോ മനുഷ്യ. നിങ്ങളുടെ നേതാക്കൾ ആരെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ 4 അയലത്ത് കൂടി പോയിട്ടുണ്ടോ? കേൾക്കുമ്പോൾ മുട്ടിലെ ജലധാരാ പ്രവാഹം ഉണ്ടാകുന്ന നിങ്ങളൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ശ്രീമതി സോയ, എന്തെങ്കിലും താങ്കളെ പരാമർശിച്ച് തന്നെ ചില വാദങ്ങൾ ഉയർന്നിരുന്നു. മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് ചോദ്യം ചോദിക്കാൻ പോലും സമയമില്ല. ഇവിടെ പിന്നെ BJP-യുടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ജിജി അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി 1968 കോൺഗ്രസ് അല്ലേ നിയമം പാസ്സാക്കിയതെന്ന് പറഞ്ഞു. കോൺഗ്രസ് എന്ത് നിയമമാണ് പാസ്സാക്കിയതെന്ന് കൂടെ അദ്ദേഹം പഠിക്കണം. നിർബന്ധിത മതപരിവർത്തനവും മതപരിവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിർബന്ധിത മതപരിവർത്തനത്തെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ അത് കോൺഗ്രസിന്റെ തലയിടാൻ നോക്കണ്ട. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വർഗീയ പ്രചാരണങ്ങളും ന്യൂനപക്ഷ വേട്ടയും ഒക്കെ നിങ്ങൾ തുടരുക. അത് കോൺഗ്രസിന്റെ തലയിലിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ യാതൊരു വിധത്തിലും നടത്തണം. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ മിണ്ടിയിട്ടില്ല. എനിക്ക് മറുപടി പറയാനുള്ള അവസരം ഇതേ നിയമത്തിൽ 2006-ലും 2024-ലും ഭേദഗതികൾ വരുത്തിയത് BJP-യാണ്. 2004-ലും 2024-ലും 2006-ലും ഭേദഗതികൾ വരുത്തിയത് BJP-യാ. പിന്നെ സുരേഷ് ഗോപി മിണ്ടാകുന്നതിനെ പറ്റി പറഞ്ഞു. ആ ലൂർദ് മാതാവിന്റെ പള്ളിയിൽ കിരീടം കൊണ്ടുപോയി വെച്ചപ്പോ അത് സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ചിട്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് പള്ളിമേട തിരങ്ങാൻ പോകുമ്പോഴും ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്ക് കൊടുക്കാൻ പോകുമ്പോഴും മാത്രം ക്രിസ്ത്യാനികളെ പറ്റി വിചാരിച്ചാ പോരാ. അത് BJP-യുടെ ഇരട്ടത്താപ്പ് ഈ കേരളത്തിലെ നിങ്ങളെപ്പോലെയല്ലാത്ത വർഗീയ വിഷമില്ലാത്ത തിരിച്ചറിയുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ പള്ളിമേട നിരങ്ങിയിട്ടും ബിഷപ്പുമാർക്ക് കേക്ക് കൊടുത്തിട്ടും ഇനിയും കേരളത്തിലെ പിന്നെ ബോധ്യമുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള ന്യൂനപക്ഷങ്ങളെ പറ്റിച്ച് ചതിച്ച് കൈകാര്യം ചെയ്യാനുള്ള ധാരണ നമ്മളുടെ സമയം അവസാനിക്കുമ്പോൾ ഇടപെടുകയാണ്. എന്തായാലും ഞങ്ങൾ ഇനിയും കേക്ക് കൊടുക്കാൻ പോകുമെന്ന് പറയുമ്പോൾ ഇതുവരെ കിട്ടിയ ഊഷ്മളമായ സ്വീകരണം കിട്ടുമോ ഇല്ലയോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നിരപരാധികളായ 2 കന്യാസ്ത്രീകൾ ജയിലിലാണ്. അവർക്ക് നീതി അകലെയാണോ എന്ന ഒരു സംശയമാണ് ഇന്നത്തെ രാത്രിയിലും നമുക്ക് തോന്നുന്നത്. നാളെ എന്തായാലും ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം. നമസ്കാരം.